യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 33-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ക്ഷണിക്കുന്നത് കർത്താവിൻ്റെ ദിനത്തിൽ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനായിട്ടാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമത്തിൽ വലിയ ഒരു ചുഴലിക്കാറ്റിൻ്റെ അടയാളങ്ങൾ കാണപ്പെട്ടു. ആളുകളെല്ലാം ഭയന്നു വിറച്ചു. ആ സമയത്ത് ഒരു വൃദ്ധനായ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ആകാശത്തിലെ അടയാളങ്ങൾ നോക്കരുത്, നിങ്ങൾ പക്ഷികളെ നോക്കുക. പക്ഷികൾ നിങ്ങളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ആളുകളൊക്കെ ആ വൃദ്ധൻ പറഞ്ഞത് കേട്ടു, പക്ഷികളെ പിന്തുടർന്നു. വൃദ്ധൻ പറഞ്ഞതുപോലെ തന്നെ അവർക്കെല്ലാവർക്കും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് അപകടം കൂടാതെ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വലിയ ചുഴലിക്കാറ്റ് അവരുടെ ഗ്രാമത്തിൽ രൂപപ്പെട്ടു. പക്ഷേ അന്ന് ആ വൃദ്ധൻ്റെ വാക്കുകൾ അവർ മറന്നുപോയി. അവർ ആകാശത്തിൻ്റെ അടയാളങ്ങൾ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുതറി ഓടുവാനായിട്ട് തുടങ്ങി. ഈ വൃദ്ധൻ മാത്രം പക്ഷികളെ പിന്തുടർന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷം ഈ വൃദ്ധൻ അവരോട് പറഞ്ഞു, ആകാശത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങളെ വഞ്ചിക്കും, സ്വയം പ്രേരണകൾ നിങ്ങളെ വഞ്ചിക്കും, പക്ഷേ ജ്ഞാനം മാത്രമാണ് നിങ്ങളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ട് സഹായിക്കുന്നത്. യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോനാഥൻ നമ്മോട് പറയുന്നതും ഇപ്രകാരമാണ്. അടയാളങ്ങൾ നമ്മളെ ചതിക്കും, അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മളെ വഞ്ചിക്കും. പക്ഷേ ക്രിസ്തുവിൽ വേരൂന്നി നിന്നാൽ ആ അടിസ്ഥാനം നമ്മെ നിത്യജീവിതത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നമ്മെ സഹായിക്കും. ഇന്ന് വചനം നമ്മോട് പങ്കുവയ്ക്കുന്ന ആദ്യത്തെ ധ്യാനചിന്ത ഇപ്രകാരമാണ്: ക്രിസ്തുവിൽ അടിസ്ഥാനമുറപ്പിക്കുക, അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും വ്യാജ പ്രബോധനങ്ങളിലുമല്ല. ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ശിഷ്യന്മാർ ഈശോയോട് ദേവാലയത്തിൻ്റെ ബാഹ്യമായ അലങ്കാരത്തെപ്പറ്റി, ബാഹ്യമായ സൗന്ദര്യത്തെപ്പറ്റി, ബാഹ്യമായ കല്ലുകളുടെ പ്രത്യേകതയെപ്പറ്റിയൊക്കെ വിവരിക്കുന്നുണ്ട്. പക്ഷേ ഈശോനാഥൻ തുടർന്നുള്ള വാക്യത്തിൽ, 6-ാമത്തെ വാക്യത്തിൽ അവരോട് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഈ കാണുന്നതൊക്കെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന ദിവസങ്ങൾ വരുന്നു. അതിനുശേഷം 8-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഈശോനാഥൻ പറയുന്നത് ഇപ്രകാരമാണ്: വഞ്ചിതരാകാതിരിക്കുവാനായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈശോനാഥൻ അടയാളങ്ങളെക്കുറിച്ച് കുറേ പറയുന്നുണ്ട്. നിങ്ങൾ യുദ്ധങ്ങൾ കാണും, ഭൂകമ്പങ്ങൾ കാണും, പീഡനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ കടന്നു വരും. പക്ഷേ അടയാളങ്ങളിലല്ല നിങ്ങൾ മനസ്സുറപ്പിക്കേണ്ടത്, അടയാളങ്ങളല്ല നിങ്ങൾ അടിസ്ഥാനമാക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ നിങ്ങൾ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിക്കുമ്പോൾ ആ അടിസ്ഥാനം നിങ്ങളെ നിത്യജീവിതം കരസ്ഥമാക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഈ വചനങ്ങൾ സമാഹരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, സെൻസേഷണലായിട്ടുള്ള അവകാശവാദങ്ങൾ നമ്മുടെ സഭയ്ക്ക് ചേരാത്ത രീതിയിൽ ആരെങ്കിലുമൊക്കെ ഉന്നയിക്കുമ്പോൾ അതിൽ നമ്മൾ വീണുപോകരുത്. രണ്ടാമതായിട്ട്, സഭ അംഗീകരിക്കാത്ത ദർശനങ്ങളും സഭ അംഗീകരിക്കാത്ത പ്രബോധനങ്ങളും പഠനങ്ങളും നമ്മൾ വിശ്വസിക്കരുത്, ആ പഠനങ്ങൾ നമ്മൾ അംഗീകരിക്കരുത്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കരുത്. മൂന്നാമതായിട്ട്, പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിൻ്റെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം പറയുന്നത് പോലെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായിട്ടുള്ള കത്തോലിക്ക സഭയിൽ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് ആ സഭയുടെ കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. അപ്പോൾ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ വേരുറപ്പിച്ചുകൊണ്ട് വ്യാജ പ്രബോധനങ്ങളെയും അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും പിന്തള്ളിക്കൊണ്ട് ക്രിസ്തു എന്ന ഏക മൂലക്കല്ലിൽ അടിസ്ഥാനമിടുന്നവരായിട്ടും നിത്യജീവൻ കരസ്ഥമാക്കുന്നവരായിട്ടും മാറുവാൻ നമുക്കൊക്കെ സാധിക്കും. രണ്ടാമതായിട്ട് വചനം നമ്മോട് പങ്കുവയ്ക്കുന്ന ഒരു ധ്യാനചിന്ത ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതത്തിൽ പീഡനങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്
ധൈര്യപൂർവ്വം മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈശോനാഥൻ നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. അവർ നിങ്ങളെ പിടികൂടും, അവർ നിങ്ങളെ പീഡിപ്പിക്കും, അവർ നിങ്ങളെ സിനഗോഗിലും കാരാഗൃഹത്തിലും അടയ്ക്കും, അവർ നിങ്ങളെ രാജാക്കന്മാരുടെയും അധികാരികളുടെയും മുൻപിൽ നിർത്തും. ആ സമയത്ത് ആർക്കും എതിർത്തു പറയുവാനോ ചെറുത്തു നിൽക്കുവാനോ സാധിക്കാത്ത വാക്ചാതുര്യം നിങ്ങൾക്ക് ഞാൻ തരും. ആർക്കും എതിർത്തു പറയുവാനോ ചെറുത്തു നിൽക്കാനോ സാധിക്കാത്ത ജ്ഞാനം നിങ്ങൾക്ക് ഞാൻ നൽകും. ഈ ജ്ഞാനം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഈശോ വിളിക്കുന്ന പേരാണ് സഹായകൻ. ഈ സഹായകൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പീഡകളുടെ സമയത്ത്, പ്രയാസത്തിൻ്റെ സമയത്ത് ആ സഹായകനോട് കൂടെ നിന്നുകൊണ്ട് ക്രിസ്തുവിൽ അടിയുറച്ച് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ പരിശുദ്ധാത്മാവിനോട് കൂടെ നിന്ന് പീഡനങ്ങൾ ഏറ്റെടുത്ത ഒത്തിരി വിശുദ്ധാത്മാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫൻ തന്നെ പീഡിപ്പിക്കുവാനായിട്ട് വരുന്നവരുടെ മുൻപിൽ ഈ ആത്മാവിനെ സ്വീകരിച്ച് ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോയത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് അവൻ മാറി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദാനിയേൽ സിംഹക്കുഴിയിൽ അകപ്പെടുന്നത് കാണുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ധൈര്യം സ്വീകരിച്ചുകൊണ്ടാണ് അവൻ ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടതും ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഈശോയുടെ പാദത്തിനരികിൽ നിന്നുകൊണ്ട് അവൻ്റെ അധരത്തിൽ നിന്നും വന്നുകൊണ്ടിരുന്ന വചനം ശ്രവിച്ച ഒരു മറിയത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അവൾ സ്വീകരിച്ചുകൊണ്ടാണ് നല്ല ഭാഗത്തെ അവൾ തിരഞ്ഞെടുത്തത്. അത് അവളിൽ നിന്നും ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല എന്ന് ഈശോ അവൾക്ക് സാക്ഷ്യം കൊടുക്കുന്നുണ്ട്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രേരിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്കൊക്കെ കടമയുണ്ട്, കടപ്പാടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവില്ലാതെ വരുമ്പോൾ നമ്മൾ അഹങ്കാരികളും നമ്മൾ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരുമൊക്കെ ആയിട്ട് മാറും. ഇങ്ങനെ അഹങ്കാരികൾക്കും ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കും സംഭവിക്കുന്ന വിപത്തിനെക്കുറിച്ച് മലാക്കി പ്രവാചകൻ 3-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അഹങ്കാരികളും ദുഷ്ടത പ്രവർത്തിക്കുന്നവരും കത്തിച്ചാമ്പലാകും, അവരുടെ ഒരു വേരോ ശാഖയോ അവശേഷിക്കുകയില്ല. പക്ഷേ കർത്താവിൻ്റെ നാമം ഭയപ്പെടുന്നവർ, അവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദയം ചെയ്യും. പരിശുദ്ധാത്മാവിനോട് കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് നയിക്കുന്നവരായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആർക്കും നമ്മളെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ആ ധൈര്യത്തിൻ്റെ ആത്മാവ്, ആ നീതിയുടെ ആത്മാവ്, ആ ന്യായത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കും. ആ സമയം നമുക്ക് സങ്കീർത്തനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കും ഏറ്റുപറയാനായിട്ട് സാധിക്കും: ദൈവമാണ് എൻ്റെ അഭയവും ശക്തിയും. മൂന്നാമതായി വചനം നമ്മോട് പങ്കുവയ്ക്കുന്ന ഒരു ധ്യാനചിന്ത, കർത്താവിൻ്റെ ദിനത്തിനായിട്ട് അല്ലെങ്കിൽ നിത്യജീവിതത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. നമ്മുടെ ഉത്തരവാദിത്തം മറന്നുകൊണ്ടല്ല നമ്മൾ കർത്താവിൻ്റെ ദിനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത്. കർത്താവിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് നമുക്ക് അലസത പ്രവർത്തിക്കുന്നതിനോ ഒരു ആത്മീയമായ ഉറക്കത്തിലേക്ക് നയിക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു എക്സ്ക്യൂസ് ആക്കി നമ്മൾ മാറ്റരുത്. പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ തന്നെ ഒരു അനുഭവം അവർക്ക് പങ്കുവയ്ക്കുന്നുണ്ട്, അവരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കൽപ്പന തന്നു. ഇത് മറ്റൊന്നുമല്ല, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ ആ സഭയിലായിരുന്നപ്പോൾ തൻ്റെ ജീവിതം കൊണ്ട് അവർക്ക് കാട്ടിക്കൊടുത്ത ഒരു സാക്ഷ്യം അപ്രകാരമാണ്: അവൻ അധ്വാനിച്ച് അവൻ നേടിയെടുത്തത് കൊണ്ടാണ് അവൻ ഭക്ഷിച്ചത്. തൻ്റെ നെറ്റിയിലെ വിയർപ്പ് അപ്പമാക്കിയാണ് അവൻ ഭക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ അവരെയും അതേ മാർഗത്തിലൂടെ ചരിക്കുവാനായിട്ട് അവരോട് പറയുന്നുണ്ട്. ആ വഴിയിലൂടെ തന്നെ നടന്നു നീങ്ങുവാനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നത്.
പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് വ്യക്തത ലഭിക്കണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ കാണണം. പൗലോസ് വളരെ കൃത്യമായിട്ട് അവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ച യേശുവിനെ കുറിച്ചല്ലാതെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ച ആത്മാവല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയും ചെയ്യും. ഈശോ ആഗ്രഹിക്കുന്നത് ഉത്തരവാദിത്വത്തോടെ കർത്താവിൻ്റെ ദിനത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരെയാണ്. അലസമായിട്ട് ആത്മീയ ഉറക്കങ്ങളിൽ മയങ്ങുന്നവരെയല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കുക. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്തങ്ങൾക്കൊന്നും വീഴ്ചകൾ വരുത്താതെ മുൻപോട്ട് പോകുന്നവരായിട്ട് നമുക്ക് മാറാം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിത്യജീവിതത്തിനായിട്ട് നമ്മൾ അധ്വാനിക്കുമ്പോൾ തീർച്ചയായിട്ടും വിശ്വസ്തയോടെ അധ്വാനിക്കുവാൻ നമുക്ക് സാധിക്കും. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. സന്മാർഗത്തിൽ നടക്കുവാനും മറ്റുള്ളവരെ നടക്കുവാനായിട്ട് സഹായിക്കുവാനും നമുക്ക് സാധിക്കും. എളിമയോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. സന്തോഷത്തോടെ ശുശ്രൂഷകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വത്തോടെ കർത്താവിൻ്റെ ദിനത്തിനു വേണ്ടി കാത്തിരിക്കുവാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയുന്നത് പോലെ നിങ്ങളുടെ ഈ ഉറച്ചു നിൽപ്പിലൂടെ നിങ്ങൾ ജീവൻ നേടും. ഈ ജീവിതത്തിനായിട്ടാണ്, നിത്യജീവിതത്തിനായിട്ടാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത്. കർത്താവെന്ന അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകാത്ത ഒരു ആത്മീയതയിൽ കത്തോലിക്ക സഭയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഈ നിത്യജീവിതം നമുക്കെല്ലാവർക്കും സാധ്യമാകും. ആ ഒരു നിത്യജീവിതത്തിനായിട്ട് നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് അധ്വാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.